കൊരട്ടിയിൽ തെരുവു നായ്ക്കളുടെ വിളയാട്ടം. 200ഓളം ഇറച്ചിക്കോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു. കോനൂർ സ്വദേശി പൗലോസിന്റെ ഫാമിലായിരുന്നു സംഭവം. രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിലെത്തിയപ്പോഴാണ് ഫാം ഉടമ സംഭവം അറിയുന്നത്. 200ഓളം വരുന്ന കോഴികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. ഏകദേശം ഇന്നലെ രാത്രി 10 മണിയോടെ ഞങ്ങൾ തീറ്റയും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഫാം കൂട്ടി ഞങ്ങൾ വീട്ടിൽ പോയതായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ തീറ്റ ഇടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 7-8 മണിയായപ്പോഴാണ് ഫാമിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ കോഴികളെല്ലാം ചത്ത് കിടന്നത്. പിന്നെ വല മൊത്തം കീറി പറിച്ചിട്ടൊക്കെയായിരുന്നു ഇതിൻ്റെ. മൊത്തം പട്ടികൾ എല്ലാ ദിവസവും ഇതിൽ കൂടെ പട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ വീട്ടുകാരും കോഴികൾ പിടിക്കുന്നതാണ്. നിറച്ചൊരു ഏകദേശം 6-7 പട്ടികളോളം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അകത്ത് കയറി എല്ലാത്തിനും കൊന്നിട്ട് പോയി. നമുക്കൊന്നും ചെയ്യാനില്ല. ആകെ കൂടിയുള്ളത് വരുമാനം ഇത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. ഇപ്പോൾ ഡാഡിക്കായാലും മമ്മിക്കായാലും കിട്ടണ വരുമാനം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഇത് ഇപ്പോൾ എന്തൊട്ട് ചെയ്യേണ്ടത് നമുക്കൊരു പിടുത്തമില്ല. ഈ പട്ടികളിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ, അല്ലാണ്ട് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇങ്ങനെ പട്ടികൾക്ക് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ അതിനെ വന്ധീകരിക്കുക, അല്ലെങ്കിൽ വന്ധീകരിച്ച് കാര്യമൊന്നുമില്ല. അതിനെ കൊന്നു കളയാൻ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങളിത് വളർത്താൻ പിറ്റേ ദിവസം കുറച്ച് പ്രായം 10-32 വയസ്സാകുമ്പോഴേക്കും ഇതിനെ കൊന്നിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അധികാരികളുമായിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് ഞങ്ങൾക്കൊരു റിപ്ലൈ തരാം. ഏകദേശം എത്ര കോഴികളോളം? ഏകദേശം ഒരു 300 കോഴിയുടെ അടുത്താണ് ഇപ്പോൾ ചത്തേക്കിറങ്ങുന്നത്. ഏകദേശം 1300 കോഴിയോളം ഇറക്കിയിട്ടുണ്ടായിരുന്നു. 300 കോഴിയോളം ഇപ്പോൾ ചത്തിട്ടുണ്ട് ഏകദേശം. കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു. വിവരം വെറ്റിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട് എന്നും പഞ്ചായത്തിന്റെ അടിയന്തര ശ്രദ്ധയിൽ നായ്ശല്യം കൊണ്ടുവരുമെന്നും കുമാരി ബാലൻ പറഞ്ഞു. വാർഡിൽ ഭയങ്കര പട്ടിശല്യം മൊത്തത്തിൽ. പഞ്ചായത്തിൽ എപ്പോഴും പറയുന്നത് ABC പ്രോഗ്രാം അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 2 ലക്ഷം രൂപ വെച്ച് വന്ധീകരണമെങ്കിലും നടത്തുമായിരുന്നു. ഇപ്പോൾ പട്ടിയെ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയുണ്ട്. പല സ്ഥലങ്ങളിലും കോനൂർ ജംഗ്ഷൻ, പെരുമ്പി അമ്പലം, അതുപോലെ JTC പോളിടെക്നിക്കിൻ്റെ അടുത്ത്, പള്ളിയുടെ ഫ്രണ്ടിൽ, പള്ളിയുടെ ഉള്ളിൽ ഒക്കെ പട്ടികളെ ഭയങ്കര ശല്യമാണ്. എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പട്ടികൾ രാത്രി ഒന്ന് കോഴിനെ കൊല്ലുന്ന ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ധനസഹായം, ഇവർ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. സ്ഥലം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, പണിയെടുക്കാണ്ട് നമുക്ക് പൈസ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഞാൻ മൃഗ ഡോക്ടറെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. കൊരട്ടി കോനൂർ മേഖലയിൽ പലയിടങ്ങളിലും നായ്ക്കൾ തമ്പടിക്കുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ട്. നേരത്തെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരുന്നിട്ടും പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ കൂവക്കാട്ട് കുന്നിലെ സ്വകാര്യ ഫാമിലെ 250ഓളം കോഴികളെ കുറുനരി കടിച്ചു കൊന്നിരുന്നു.